കൂടുതൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ വലിയ സംഭവങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡ് എത്രത്തോളം ഗുഡ് ആയിരുന്നു, എത്രത്തോളം ബാഡ് ആയിരുന്നു, ശരിക്കും പറഞ്ഞാൽ നീതി ലഭിച്ചോ, എസ്പെഷ്യലി ഷാനവാസുക്കായ്ക്കും അതുപോലെ അനുമോൾക്കും ഒക്കെ നീതി ലഭിച്ചോ? ആ വെള്ളമൊക്കെ എടുത്ത് ഒഴിക്കുന്ന ചോദ്യം അത് പലപ്പോഴും ഞാൻ ട്രോളായിട്ട് പലയിടത്തും കമന്റ് ബോക്സിലൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ അനുമോളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വെള്ളം എടുത്തുകൊണ്ട് വരുന്നത് കണ്ടിരുന്നോ, അനുമോൾ കണ്ടിരുന്നോ? അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, കണ്ടില്ല ലാലേട്ടാ, ഒരു വലിയ ഒരു ചെരുവത്തിനകത്ത് ഇങ്ങനെ വെള്ളം എടുത്തുകൊണ്ട് വരുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഉടനെ ലാലേട്ടൻ പറയുന്നുണ്ട്, അപ്പൊ പിന്നെ അനുമോൾക്ക് കണ്ട സ്ഥിതിക്ക് അത് ബെഡ് എടുത്ത് ഓടിക്കൂടായിരുന്നോ എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള നല്ല ഫണ്ണി ആയിട്ടുള്ള കമന്റ്സുകളൊക്കെ ഞാൻ കണ്ടിരുന്നു. ശരിക്കും ഏകദേശമൊക്കെ അതുപോലൊക്കെ തന്നെ പറയാം. പക്ഷെ എങ്കിലും നെവിൻ ഒന്ന് പേടിച്ചിട്ടുണ്ട്. ഇനി അതിൽ വലിയൊരു പേടി ഉണ്ടാകാൻ പോകുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ എവിക്ഷൻ നടക്കുമ്പോഴാണ്. അതിൽ മറ്റൊരു സംഭവം ഉണ്ട്. നമ്മുടെ ഈ ഒരു സീസണിലെ ബിഗ് ബോസിൽ ഷാനവാസൊക്കെ ആദ്യമേ തന്നെ ഡിറ്റക്ട് ചെയ്ത ഒരു മാൻഡ്രേക്ക് ഉണ്ട്. അതാരാണെന്ന് പറയാം. സോ നിങ്ങൾ സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. എൻ്റെ പേര് ഞാൻ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷേ എൻ്റെ പേര് സഫാന. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ മാൻഡ്രേക്കിൽ തുടങ്ങാം. ബിഗ് ബോസിൽ ഒരു മാൻഡ്രേക്ക് ആയിട്ടാണ് അക്ബറിനെ നമുക്ക് കാണാൻ പറ്റുക. കാരണം എന്ന് വെച്ചാൽ അത് ഷാനവാസ് എല്ലായ്പ്പോഴും പറയാറുണ്ട്, ആര് അക്ബറിന്റെ കൂടെ അറ്റാച്ച്ഡ് ആകുന്നോ, ഗ്രൂപ്പ് ആകുന്നു, കൂട്ടുകൂടുന്നോ, അവരൊക്കെ ഇങ്ങനെ എവിക്റ്റ് ആയിക്കൊണ്ടിരിക്കും. അതെന്ത് മറിമായാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഇത്തവണ നെവിൻ അല്ലെങ്കിൽ ആര്യൻ ഒരാൾ ഔട്ടാകും എന്നുള്ളതിനകത്ത് ഒരു ഉറപ്പുണ്ടായിരുന്നു. സാബുമാനെ എന്തായാലും പ്രേക്ഷകർ വിടത്തില്ല. കാരണം സാബുമാൻ എന്ന് പറയുന്നത് ബിഗ് ബോസിന് ഇനിയുള്ള ബിഗ് ബോസിന് ഒരു റെഫറൻസ് എന്ന് പറയുന്നത് സാബുമാൻ ആയിരിക്കും. സാബുമാനെ പോലെ ഇനി ഒരു സ്ട്രാറ്റജി കൊണ്ടുവരാനാണ് ഇനി എല്ലാവരും, സാബുമാൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടൊരു പേരിൽ കൊണ്ടുവരാനാണ് ഇനി അങ്ങോട്ട് എല്ലാവരും ആഗ്രഹിക്കാൻ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ ആരുടെയും ഹെയ്റ്റ് ഇല്ല, വെറുപ്പില്ല, അകത്തും വലിയ വെറുപ്പൊന്നുമില്ല. അകത്ത് ആരെങ്കിലും നോമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ വലിയ ആക്റ്റീവ് അല്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും നോമിനേറ്റ് ചെയ്യുക. ബട്ട് ഹിയസ് ആക്റ്റീവ് അല്ല എന്ന് പറയാൻ പറ്റില്ല അല്ലേ, ഹീസ് ആക്റ്റീവ് ഐ തിങ്ക്. ഓക്കെ, പക്ഷേ അക്ബറിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അപ്പാനി അതുപോലെ ജിസേലൊക്കെ അക്ബറിന്റെ കൂടെ കൂട്ടുകൂടി അങ്ങോട്ട് വന്നപ്പോഴത്തേക്കുമാണ് ഔട്ടാവുന്നത്. പിന്നെ അതുപോലെ ഓൾമോസ്റ്റ് എല്ലാവരും അക്ബറിന്റെ അടുത്ത് അറ്റാച്ച്ഡ് ആകുന്നു, അവരൊക്കെ ഔട്ടാകുന്നു എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എനിവേ, നമുക്ക് ഇന്നത്തെ ആ ഒരു പ്രൊമോയില് ഒരു ബിഗ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത്, ഫസ്റ്റ്ലി ഒരു കാര്യമുണ്ട്, ഷാനവാസിനും ആദിലയും ഈ പറയുന്ന എവിക്ഷൻ നോമിനേഷനിൽ വന്നിട്ടില്ല. അപ്പം ഷാനവാസ് ഇപ്പൊ ആ ഒരു സീനിൽ ഇല്ലാത്തത് കൊണ്ട് ആദില മാത്രമാണ് അവിടെ സേവ് ആയിട്ടുള്ള ഒരേ ഒരാള്. അപ്പൊ ആദിലയോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ഇതിൽ ആരെ സേവ് ചെയ്യണം, ഒരാളെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആദില പറയുന്ന പേര് നൂറയും അനുമോളും സേവ് ചെയ്യപ്പെടണം എന്നിങ്ങനെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് ആദില നൂറയുടെയും അനുമോളുടെയും പേര് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഈ സ്ത്രീകളുടെ ഇടയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടല്ലോ, അതിങ്ങനൊക്കെ തന്നെയാണ് കേട്ടോ. എന്തെങ്കിലും കുറ്റം കാണുമ്പോൾ അത് കുറ്റപ്പെടുത്തി പറഞ്ഞ് അവരുടെ കുറ്റമല്ല അവിടെ ഇവിടെയൊക്കെ ഒന്ന് പറഞ്ഞ്, പക്ഷെ പിന്നെയും ഇവരൊരു ഗ്യാങ് ആകും. പക്ഷെ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയത്തില്ല, കുറ്റപ്പെടുത്തത്തില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങളൊന്നും കണ്ടുപിടിച്ച് പറയുകയോ തിരുത്തുകയോ ഒന്നും ചെയ്യില്ല. അവ എന്ത് ചെയ്താലും നീ പൊളിയാടാ, നീ പൊളിക്കടാ എന്നേ പറയത്തോളൂ. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അബദ്ധം കാണിച്ചാൽ നീ എന്ത് പണിയാ കാണിച്ച, ഇനിയിപ്പോ പോയിട്ട് ആരെ അറിയണ്ട. ഇതായിരിക്കും ആണുങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ആണുങ്ങളുടെ വലിയ ആ ഒരു ഇത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. ബട്ട് ഗേൾസിന്റെ ഇടയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നീ ഇങ്ങനെ കാണിച്ചല്ല, നമ്മൾ കരുതും ഒക്കെ ഇവര് തെറ്റി പിരിഞ്ഞ് ഇനി അവർ മിണ്ടത്തില്ല, പക്ഷെ ഉറപ്പായിട്ടും അവർ വീണ്ടും കൂട്ടുകൂടും എന്നുള്ളൊരവസ്ഥയിലാണ് നൂറ, ആദില, അനുമോൾ എന്ന് പറയുന്ന ആ ഒരു ഗേൾസ് ടീം എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു കാര്യം കൂടി ലാലേട്ടൻ പറയുന്നുണ്ട്, അത് തന്നെയാണ് ആ പ്രൊമോയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതായത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പ്രേക്ഷക വിധി, അത് ഉറപ്പായിട്ടും ആര്യനാണെന്നാണ് എനിക്കും തോന്നുന്നത്. കാരണം എന്തുകൊണ്ട് നെവിൻ ആയില്ല എന്നൊരു ചോദ്യം എല്ലാവർക്കും വരുമ്പോൾ, ഈ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ള ഒരു വ്യക്തിയുണ്ട്, അതേപോലെ ആ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് ഉള്ള കുറേ അധികം ആൾക്കാരും ഉണ്ട് എന്ന് ഉറപ്പിച്ചോണം. ഈ സീസണിൽ അനുമോളാണ് ഓൾമോസ്റ്റ് എല്ലാവരുടെയും പ്രേക്ഷക പ്രീതി നേടിയ ആള്. അതേപോലെ അതേ ക്വാണ്ടിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സ് ഉള്ളതും അനുമോൾക്കാണ്. അനുമോളുടെ ഒരു കാര്യം, ഒരു കോണ്ടന്റ് നമ്മൾ പറയുകയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇടുകയോ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ്സും അനുമോൾക്കായിരിക്കും, ഏറ്റവും കൂടുതൽ പോസിറ്റീവ് സപ്പോർട്ടും അനുമോൾക്കായിരിക്കും. സോ അതുകൊണ്ട് തന്നെ പറയുകയാണ്, ഈ പറയുന്ന അനുമോളെ
അനുമോൾക്കെതിരെ എന്ത് ചെയ്താലും അനുമോളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവരും അവിടെ സേവ് ആകുന്നുണ്ട്, അനുമോളെ ഹെയ്റ്റ് ചെയ്യുന്നവരും അവിടെ സേവ് ആവുന്നുണ്ട്. അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ആദിലയ്ക്കും നൂറയ്ക്കും ശരിക്കും പറഞ്ഞാൽ എന്നേ പുറത്തു പോകേണ്ടതാണ്. പക്ഷെ തുടക്കം തൊട്ട് ഈവൻ അവരൊരു ആഴ്ച തുടങ്ങുമ്പോൾ ആദ്യത്തെ 3 ദിവസം അനുമോളുമായിട്ട് വഴക്കിട്ടെന്ന് വെച്ചോ, പക്ഷെ അടുത്ത ഒരു 3 ദിവസത്തേക്ക് അവർ അനുമോളുമായിട്ട് കോംപ്രമൈസ് ടോക്കിന് പോയിരിക്കും, ഉറപ്പാണ്. അതൊരു ക്രൂക്കഡ് മൈൻഡോ കണ്ണിങ് മൈൻഡോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അവരുടെ നിലനിൽപ്പിന് അവർ അവരുടെ സ്ട്രാറ്റജി എടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ സൗഹൃദത്തിൽ അങ്ങനെ വരുന്നതായിരിക്കാം. പക്ഷേ അനുമോളുമായിട്ട് ആര് അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നോ അവർക്കും നല്ല വോട്ട് കിട്ടും. എന്നാൽ അതേപോലെ തന്നെ അനുമോളുമായിട്ട് ഡയറക്റ്റ് ഒരു ഫൈറ്റ്, അത് നെവിനെ കുറിച്ച് ഒരുപാട് പേരുടെ കമന്റ്സ് കാണുന്നതെന്ന് വെച്ചാൽ നെവിൻ മാത്രമേ ഉള്ളൂ ഇത്രയും തുറന്ന് ഒരു ഫൈറ്റിൽ കൊണ്ടുവരാനുള്ള ഗട്ട്സ് ഉള്ളത് നെവിന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് പോസ്റ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഏഷ്യാനെറ്റ് തന്നെ നെവിനിറ്റി ഫയർ എന്ന് പറഞ്ഞിട്ട് കുറെ അധികം ഫോട്ടോസ് നെവിൻ്റെത് വെച്ചിട്ട് കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ അതെനിക്ക് തോന്നുന്നു നെവിൻ ഫാൻസുകാർ ചെയ്ത് എന്തോ സംഭവമാണെന്ന് തോന്നുന്നു. ഏഷ്യാനെറ്റാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. സംഭവം എന്ന് വെച്ചാൽ അതൊരിക്കലും നെവിന് നെഗറ്റീവ് ആകുന്ന ഒന്നേ അല്ല, നെവിനെ കുറ്റപ്പെടുത്തുന്നത് പോലും എനിക്കല്ല, നെവിൻ തീ ആണ് എന്ന് പറയുന്ന കണക്കാണ് നെവിനിറ്റി എന്ന് പറയുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. സോ അനുമോളെ അത്രയും അറ്റാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ടാർഗറ്റ് ചെയ്ത് അത്രയും ഹെയ്റ്റ് കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്കുള്ള ഗഡ്സേ ഉള്ളൂ, അത് നെവിനാണ്. അപ്പം നെവിൻ ഉറപ്പായിട്ടും നെവിൻ ഒരു സപ്പോർട്ട്, അനുമോളിനെ ഹേറ്റ് ചെയ്യുന്നവരുടെ സപ്പോർട്ട് നെവിനുണ്ടാകും. സോ അതുകൊണ്ട് മാത്രമാണ് ഈ ആരിന് പോകേണ്ടിയിരുന്ന വോട്ട് നെവിൻ അനുമോളുമായിട്ട് തല്ല് പിടിച്ച് നെവിൻ അത് മേടിച്ചെടുക്കുകയാണ് ചെയ്തത്. അത് ഈ ഒരു ആഴ്ച കൂടി നെവിൻ സേവ് ആയി, നെവിനേക്കാൾ വോട്ട് കുറഞ്ഞ് ആര്യൻ ഔട്ടായി എന്നറിഞ്ഞാൽ അടുത്ത ആഴ്ച നെവിന്റെ ഒരു അഹങ്കാരം നമ്മൾ കാണേണ്ടി വരും. ഉറപ്പായിട്ടും നെവിന്റെ കോൺഫിഡൻസ് ലെവൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് ലാലേട്ടൻ തുടങ്ങുന്ന ആ ഒരു പ്രൊമോയിൽ തുടങ്ങുമ്പോൾ തന്നെ ലാലേട്ടൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ചത്തെ പെർഫോമൻസ് അനുസരിച്ച് മാത്രം ആയിരിക്കത്തില്ല ഈ ഒരു വോട്ടെന്ന് പറയുന്നത്, ഓവറോൾ പെർഫോമൻസ് അനുസരിച്ചാണെന്ന് എടുത്തു പറയുന്നുണ്ട്. ഇത് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, ഓക്കെ ഇത് ആരും എവിക്റ്റ് ആകാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നെവിന്റെ കാര്യം നെവിൻ ഡബിൾ ഓക്കെ ആവും, ഡബിൾ കോൺഫിഡൻസിലേക്ക് വരും. നെവിന്റെ കോൺഫിഡൻസ് ഓരോ ആഴ്ചയിലും കൂടുന്നതിന്റെ റീസൺ തന്നെ താൻ തന്നെക്കാൾ സ്ട്രോങ് എന്ന് കരുതുന്ന ഒരു മത്സരാർത്ഥി അവിടെ നിന്ന് എവിക്റ്റ് ആകുമ്പോഴാണ് നെവിൻ കോൺഫിഡൻസ് ലെവലിലേക്ക് വരുന്നത്. സോ ഉറപ്പായിട്ടും നെവിന് അതൊരു പ്ലസ് പോയിന്റും. ആരും ഔട്ട് ആവുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല വിഷമമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരു നല്ല പ്ലെയർ ആണ് സത്യം. തുടക്കം തൊട്ട് ഒരുപാട് ഇപ്പം ആ ഒരു വലിയ അലിഗേഷൻ, അനുമോള് കൊണ്ടുവന്ന വലിയ അലിഗേഷൻ ഉണ്ടായിരുന്നു, അതിൽ സത്യമോ കള്ളമോ, പക്ഷേ അതിനു വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്ത് സംസാരിച്ച് തൻ്റെ ഭാഗത്ത് നിരപരാധിത്വം ഉണ്ട് എന്ന് പറഞ്ഞ ലാലേട്ടൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ പറ്റി. ആ സമയത്തൊന്നും ഒരു തരത്തിലുള്ള പ്രേക്ഷക പിന്തുണയും ആര്യന് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം കട്ട നെഗറ്റീവായിട്ട് പോയിട്ട് പോലും അവിടുന്ന് എങ്ങനെയൊക്കെയോ പൊക്കിയെടുത്തുകൊണ്ട് വന്ന ആളാണ് ആര്യൻ. പിന്നെ ടാസ്കുകളൊക്കെ അത്രയും 100% കൊടുത്ത് ചെയ്യുന്നു എന്ന് ആര്യൻ പറയുന്നത് തന്നെ സമ്മതിച്ചു കൊടുക്കാൻ സാധിക്കും. ഹീസ് ഡൂയിങ് ഹിസ് ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് നന്നായിട്ട് തന്നെയാണ് ആൾ അത് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു സീസണിൽ എനിക്ക് തോന്നുന്നു വെച്ചാൽ പ്രേക്ഷകർ കംപ്ലീറ്റ്ലി ഇതൊരു ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇടയിലേക്കാണ് ഈ ഒരു ബിഗ് ബോസ് എങ്ങനെയാലും അൾട്ടിമേറ്റ്ലി എത്തുന്നത്. സോ ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രീതി എന്തായാലും ഓൾറെഡി ഉള്ള ആൾക്കാർ തന്നെയാണ് കൂടുതലും സപ്പോർട്ട് കിട്ടിപ്പോവുക. ഇപ്പം അക്ബർ ആണെങ്കിലും അതും ഈ ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇടയിൽ ഒരുപാട് റിയാലിറ്റി ഷോയിൽ വന്നിട്ടുള്ള ആളാണെന്ന് പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇടയിൽ ഹിറ്റാണ് അക്ബർ. ബാക്കി എല്ലാവരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഉൾപ്പെടെ പലരുടെയും ഫേസ് ഒന്നും ഈ പറയുന്ന ടെലിവിഷൻ പ്രേക്ഷകർക്ക് പരിചയം ഒന്നും ഇല്ല. അങ്ങനെ ഫെമിലിയർ അല്ലാത്ത വ്യക്തികളൊന്നും അധികം നിൽക്കില്ല എന്നെനിക്ക് തോന്നുന്നുണ്ട്. അപ്പം സാബുമാൻ ആണെങ്കിലും സാബുമാൻ എന്തുകൊണ്ട് ഇപ്പോഴും നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ 5 സ്റ്റാർ ആണ്, ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഇത്രയും വലിയ വഴക്കുള്ളപ്പോഴും പുള്ളിക്കാരൻ നെഗറ്റീവ് ആകുന്നില്ല. അന്നേരം ഈ പറയുന്ന കണക്ക് നോട്ട കൊടുക്കുന്ന കണക്ക്, അതായത് നമ്മളിപ്പോൾ ഇലക്ഷന് വോട്ട് കൊടുക്കുമ്പോൾ ആർക്കും ഈ പറയുന്ന ഒരു സ്ഥാനാർത്ഥികളും മന്ത്രിമാരായിട്ട് വരണ്ട എന്ന് തോന്നുമ്പോൾ നമ്മൾ നോട്ട കുത്തത്തില്ലേ, അതേപോലെ ഒരു നോട്ടയ്ക്ക് പോകുന്ന വോട്ടാണ് സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ സാബുമാന് പോകുന്നതെന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് അത്തരത്തിലായിരിക്കും തോന്നുന്നു. സാബുമോൻ എങ്ങാണ്ട് പറഞ്ഞ, സാബുമോനോ അഖിൽമാരാരോ ആരോ ഒരാൾ പരാമർശം നടത്തിയിട്ടുള്ളതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അതല്ലാണ്ട് തന്നെ ഞാനത് ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നോട്ട കുത്തുന്ന കണക്കാണ് സാബുമാന് വോട്ട് പോകുന്നത്. അപ്പോൾ ഏതായാലും ശരി, ഈ ഒരു ആഴ്ചയിൽ നമുക്ക് വലിയൊരു എവിക്ഷൻ, നമ്മൾ ജിസേലിന് ശേഷം ആര്യന്റെ എവിക്ഷൻ ആയിരിക്കാം ഇത്രയും ഹൈപ്പിൽ വരാൻ പോകുന്നത്.
അപ്പൊ നമുക്ക് കാത്തിരുന്ന് കാണാം ആ എവിക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത്. സോ നിങ്ങൾ ഈ ഒരു എവിക്ഷൻ ഫെയർ ആണോ അൺഫെയർ ആണോ എന്നുള്ളത് കമന്റ് ചെയ്യുക. സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഞാൻ വരാം. ബൈ.